ഹായ്, ജമാലാണ്. കഷ്ടകാലം എല്ലാം എന്താ പറയുക. ഇത്രയും ദിവസം കാണാഞ്ഞത് ഫോണ് പെട്ടെന്നുണ്ട് റീബൂട്ടായി. പിന്നെ അത് ശരിയാക്കി എടുത്തപ്പോൾ കുറേ ദിവസങ്ങൾ കൊണ്ട് കടന്നുപോയി. എന്താ ചെയ്യുക, കുറേ വീഡിയോസൊക്കെ കിട്ടിയിരുന്നു. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ വഴിയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കും, എന്താ ജമാലെ വീഡിയോ ഒന്നും പിന്നെ കാണുന്നില്ലല്ലോ. ശരിയാവും ശരിയാവും. നമുക്ക് സംഭവിച്ചത് അവരോട് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇങ്ങനെ പിന്നെ പറഞ്ഞത് ഇപ്പം എല്ലാവരും അറിയും. പെട്ടെന്ന് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ചോദിച്ചു പോകും. കണ്ടുകൊണ്ടിരുന്നതല്ലേ, പെട്ടെന്ന് ഒരു ദിവസം എന്ത് പറ്റി, വല്ല അസുഖം ഉണ്ടായോ? അല്ല, അസുഖമൊന്നുമില്ല, ഫോണിന് ചെറിയൊരു കംപ്ലൈൻ്റ് ആയി. പിന്നെ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് ശരിയായി കിട്ടാൻ. അതാണ് വീഡിയോ കാണാത്തത്. എന്താ ചെയ്യുക, ഇനി വീണ്ടും ആ പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കണേ. നമ്മളെ ഇഷ്ടമുള്ള നമ്മളെ കൂട്ടുകാരുണ്ടാവും, ഉണ്ടാവും. യൂട്യൂബ് അങ്ങനെ തന്നെ അല്ലേ, എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരും. പോയത് കുറച്ചൊക്കെ വിഷമിച്ച്, വീണ്ടും ഞാൻ അത്രയും ആക്കിയെടുക്കണ്ടേ. സാരില്ല, അവർ വീണ്ടും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കണം. തൽക്കാലം വീഡിയോ വന്നത് ഇതന്നെ. കുറേ കാലമായിട്ട് യൂട്യൂബ് അന്വേഷിക്കുന്നുണ്ടാവും, എവിടെ പോയി ഇവൻ. ഇതായിരുന്നു പ്രശ്നം. പിന്നെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റി ബ്രോ ഡാഡി. കൂട്ടുകാർക്ക് ബ്രോ ആയിക്കോട്ടെ, ചെറിയ കുട്ടികൾ കണ്ട അവർക്ക് ഡാഡി ആയിക്കോട്ടെ. ബ്രോ ഡാഡി 93 ആക്കി. എവിടെയെങ്കിലും ഇനി നമ്മളെ ചാനൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ പഴയവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ അത് ആക്റ്റീവ് ആകണം. ആഗ്രഹമുണ്ട്. പെട്ടെന്ന് പാസ്വേഡൊക്കെ മറന്നു, റീബൂട്ടായി ഫോണ്. കുറേ ശ്രമിച്ചു നോക്കി, കുറേ യൂട്യൂബിനെ അപേക്ഷിച്ച് കുറേ കൂട്ടുകാരോട് ചോദിച്ച് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും. അവർ പറഞ്ഞ് റീബൂട്ടായി പോയി, ഇനി ഒരു രക്ഷയില്ല. പിന്നെ ഐഡിയ ഒക്കെ ഒരേപോലെ അടിച്ചു നോക്കി, നടന്നില്ല. പാസ്വേഡ് തീരെ തരുന്നില്ല. എങ്ങനെ പാസ്വേഡ് നോക്കിയിട്ടും തുറക്കാൻ പറ്റില്ല ചാനൽ. പിന്നെ ഒരു 4-5 മാസത്തെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു. വീണ്ടും തിരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഒക്കെ പോയപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. സാരില്ല, വീണ്ടും നമുക്ക് ഒപ്പിക്കണം. അതുപോലെ വീണ്ടും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വിജയിപ്പിച്ച് തരണം അല്ലേ. അങ്ങനെയൊക്കെ തന്നെ അല്ലേ, ശരിയാവും. ഉഷാറാക്കി എടുക്കണം. പരമാവധി ശ്രമിക്കുക. പല സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്, പല കഥകൾ വരാനുണ്ട്, പല അഭിനയം വരാനുണ്ട്. നമ്മളിവിടെ ഉണ്ടല്ലോ, നമുക്കിന്ന് ചെയ്യാം അല്ലേ. യൂട്യൂബിന് സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ വിജയിക്കും. പിന്നെ നിങ്ങളെ സപ്പോർട്ട്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും കാണുന്നുണ്ട്, നമ്മളെ മുഖം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കുക. ഞാൻ വീണ്ടും ആദ്യം ചെയ്താണല്ലോ, അത് പോയി വീണ്ടും ഒന്നേന്ന് തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഉഷാറാവട്ടെ അല്ലേ, നല്ലത് മാത്രം. ഓക്കെ.